നമസ്കാരം. എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുദർശനം ജ്യോത്സ്യർ കവലയൂർ. നമ്മളെ ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ വ്യാഴം മാറുകയാണല്ലോ. നമുക്ക് ഈ വ്യാഴം വൃശ്ചികക്കൂറുകാർക്ക് സംബന്ധിച്ചിടത്തോളം വ്യാഴം എങ്ങോട്ടാണ്, എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ഫലം, നമുക്ക് അവരുടെ ഫലം ഈ വർഷത്തെ എന്ത് വ്യാഴൻ്റെ മാറ്റം കൊണ്ട് സംഭവിക്കുമെന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും വരുന്നതാണ് വൃശ്ചികക്കൂറ്. ആ വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം ഇപ്പോൾ വരാൻ പോകുന്നത് 7ലേക്കാണ്. 6ലേക്ക് ഒരു ന്യൂട്രടിച്ചെന്ന് പോകുന്ന വ്യാഴം 7ലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് കൊണ്ടുവരിക എന്നുള്ളത് നോക്കാം. ഓം നമ പ്രണവാഷ്ടായ, ഓം ശുദ്ധ ജ്ഞാനമൂർത്തേ, ഓം നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തേ നമ. നമുക്ക് എന്തായാലും വ്യാഴം മാത്രമല്ല, ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7 വരുന്നുണ്ടെങ്കിലും അവർക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വ്യാഴൻ്റെ ഫലം പറയുമ്പോൾ നമുക്ക് ഈ ഫലവും കൂടെ അവിടെ യോജിപ്പിച്ചില്ലെങ്കിൽ അതൊരു യുക്തിസഹമല്ലാതായി പോകും. കാരണം നിങ്ങൾ കണ്ടകശനിയുടെ ഫലം അനുഭവിക്കുന്നവർക്ക് നമുക്കപ്പോൾ വ്യാഴൻ്റെ ഒരു ഇഷ്ടഭാവസ്ഥിതി വരുമ്പോൾ അതിൽ നിന്നും ചെറിയ മോചനങ്ങൾ ഒരു വർഷം ഉണ്ടാകും. കാരണം ഇനി ഒരു വർഷവും അസംരംഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്നതായ കണ്ടകശനി 4. അപ്പോൾ ഈ വ്യാഴം നമുക്ക് 4 വരുമ്പോൾ അതിൻ്റെ രൂക്ഷതകളെ ഒന്ന് കുറയ്ക്കാൻ വരുത്തിക്കൂടെ എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ഫലമാണ് നമുക്കിപ്പോൾ ചിന്തിക്കപ്പെടുന്നത്. അപ്പോൾ കണ്ടകശനിയുടെ ഫലം എന്ന് പറയുന്നത് സുഹൃത്ത് ഭാര്യാധിപ്രയുക്ത എന്ന് നമ്മുടെ സംഹിതാകാരൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഭാര്യ, ബന്ധുക്കൾ, കുടുംബം, തൊഴിൽ, ധനം മുതലായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ കണ്ടകശനി കാരണക്കാരനായിട്ട് വരും, അതിന് ദോഷകരമായിട്ട് വരും. അവിടെ കാര്യങ്ങളൊക്കെ സ്തംഭിക്കുക, ചിലപ്പോൾ നമ്മൾ വീട് വരെ വിറ്റ് പോകേണ്ടെന്നോ പുതിയ വീട് വിൽക്കാം അല്ലെങ്കിൽ മേടിക്കാം എന്നുള്ള ആഗ്രഹത്തോട് നീങ്ങിയാൽ പോലും ചിലപ്പോൾ അവിടെ ചിലപ്പോൾ ബ്രേക്കായി കിടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വിശേഷിച്ച് രവിസുത ശശനോ വിനർഗമസ്തു എന്നുള്ളതുകൊണ്ട് ആ ശനി ഇനി പോകുന്ന കാലങ്ങളിലാണ് കുറച്ച് ദോഷം കൂടുതലെന്നാണ് അഭിപ്രായം. അപ്പോൾ എന്നാലും നമുക്കിപ്പോൾ വ്യാഴം 7 വരുമ്പോൾ അതിൻ്റെ അനിഷ്ടഫലങ്ങളെ, നേരത്തെ പറഞ്ഞ അനിഷ്ടഫലങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് മാറ്റി പിടിക്കാൻ നമുക്ക് വ്യാഴം എത്രത്തോളം സഹായിക്കുമെന്നുള്ളതാണ്. വ്യാഴം 7 വരുമ്പോൾ നല്ലതാണ്. നല്ല വ്യാഴൻ്റെ 7 ഭാവം കൊണ്ട് നമുക്ക് ആ ഗമനാഗമനം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോകാനും വരാനും, ഒരു പക്ഷേ പോയി വരുന്ന കാര്യങ്ങൾ കൊണ്ട് സഫലത പ്രാപിക്കാനും കേസുകളിലൊക്കെ വിജയം പ്രാപിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. ധനത്തെ സംബന്ധിച്ച് ധനത്തിൻ്റെ സ്രോതസ്സ് അല്ലെങ്കിൽ ധനാഗമനം എങ്ങനെ നമുക്ക് കണ്ടെത്താമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ നീങ്ങുമ്പോൾ അതെവിടെയെങ്കിലും നമുക്കൊരു നല്ല ഫലത്തെ ഉണ്ടാക്കി തരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ചില നഷ്ടങ്ങൾ സംഭവിച്ചു പോയിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കാനുള്ള സാധ്യത ആ വ്യാഴം തരുന്നുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമാണ്. ആരോഗ്യകരമായ കാര്യത്തിൽ നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ സ്ഥാനമാനങ്ങൾക്ക് പോലും ആ ഇടയ്ക്ക് സാധ്യത ഉണ്ട്. വിവാഹം മുതലായിരിക്കുന്ന മംഗളകർമ്മങ്ങളെല്ലാം 7ലെ വ്യാഴം നമുക്ക് ചെയ്യണമെന്നുണ്ട്. 7ാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കുന്ന വിവാഹം, യാത്ര, പുതിയ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളുടെ തിരിച്ചുവരവ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ 7ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ ഭാവത്തിനത് നല്ലതാണ്. പുതിയ വിവാഹം നടക്കുക, നല്ല പ്രണയം ഇപ്പോൾ നിലവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് സഫലമായി കിട്ടുന്നതിനും അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് വരെ ആയി തീരുന്നതിനൊക്കെ ഇത് ഇടവരുത്താനുള്ള സാധ്യത നിലവിലുണ്ടെന്നാണ്. അപ്പോൾ തൊഴിൽ സംരംഭകരെ സംബന്ധിച്ചിടത്തോളവും അത് ദോഷമൊന്നുമല്ല എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ അവർക്ക് ഈ ഒരു വർഷം ശ്രദ്ധിച്ച് നമുക്ക് നീങ്ങി കണ്ടകശനി തീരുന്നവർ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സാധ്യമല്ല. കാരണം പിന്നെ അടുത്ത വ്യാഴം 8ലേക്ക് പോവുകയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സംരംഭകരങ്ങനെ നീങ്ങുമ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ 2-3 പ്രാവശ്യം ചിന്തിച്ചുകൊണ്ട് വേണ്ടുന്ന രീതിയിൽ നടപടിക്രമങ്ങളും സാമൂഹ്യ വ്യവസ്ഥിതികളും കൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യുന്നതിലൊന്നും വിരോധമില്ല എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാം ഓട്ടോമാറ്റിക്കലി അങ്ങനെ നടന്നുകൊള്ളും, അതിൽ ദോഷം പറയാനില്ല. ചില കാര്യങ്ങൾ ചിലവരെല്ലാം നമുക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ആ ശത്രുക്കളെല്ലാം നമുക്കൊന്ന് മാറി മിത്രങ്ങളായി വീണ്ടും വരേണ്ട സാധ്യതയും അതിന് ഈ കാലഘട്ടം സൂചിപ്പിക്കുന്നതാണ്. പുതിയ പദ്ധതികൾ നമ്മൾ ഈ ഗൃഹകാര്യങ്ങൾ, ഗൃഹം നവീന കർമ്മങ്ങളോ അല്ലെങ്കിൽ ഭാര്യയുടെ ധനമോ ഭാര്യാഗ്രഹമോ ലഭിക്കപ്പെടുന്നതിനോ അല്ലെങ്കിൽ ഭാര്യ ധനം ഏതെങ്കിലും തരത്തിൽ നമുക്ക് വന്നുകൂടുന്നതിനൊക്കെ ഇത് കാരണമായിട്ട് വരും എന്നുള്ളതാണ്. പുതിയ ഏതെങ്കിലും ഒരു നല്ല കമ്മിറ്റികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളിലോ പ്രവർത്തിച്ച് അതിൽ നിന്നുള്ള സന്തോഷവും അവരുടെ പ്രശംസയും പിടിച്ചു പറ്റുന്നതിന് പോലും സാധ്യതയുള്ള ഒരു സമയമാണ് 7ലെ വ്യാഴം എന്നുകൂടി നമുക്ക് പറയാം.
ബന്ധുമിത്രാദികളിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായി കിട്ടേണ്ടതുണ്ടെങ്കിൽ ആ ബന്ധുമിത്രാദികളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ധനങ്ങൾ ചിലപ്പോൾ ചിലതെല്ലാം വന്നുകൂടാനുള്ള യോഗവും ഇതിനകത്ത് കാണുന്നുണ്ട്. ശക്തമായ ഒരു തിരിച്ചുപോയി ചില കാര്യങ്ങളിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടകശിന് തീരുന്നവരെ ചിലപ്പോൾ അതിലല്പം ബ്രേക്ക് എടുത്തെന്ന് നമുക്ക് വന്നേക്കാം. അസുഖകരമായ കാര്യങ്ങൾ പലരും നമുക്ക് അസുഖകരമായ കാര്യങ്ങളിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിലും തിരിച്ചുവരവ് നടത്തേണ്ട സാധ്യതയും നമുക്ക് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വ്യാഴൻ്റെ ഈ പറയുന്നതായ വ്യാഴം 7 നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിൽ നമുക്കിപ്പോൾ കണ്ടകശനിയുടെ ഫലം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനല്പം ദോഷമായിട്ട് നിലനിൽക്കുന്നതിനെ അത് മാറി വരുമെന്നുള്ള സൂചന കൂടി, അല്ലെങ്കിൽ അതിൻ്റെ മാറി വരികയില്ല, അതിൻ്റെ ദോഷത്തെ കുറയ്ക്കുന്നതിനെ വ്യാഴം സഹായിക്കുന്നു. അത് ഗൃഹം, കുടുംബം, സമ്പത്ത്, ഔദ്യോഗ സ്ഥാനമാനങ്ങൾ, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഔദ്യോഗ സ്ഥാനങ്ങൾ കാക്ഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും വിശേഷിച്ച് വിദേശവാസത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ തൊഴിൽ സംബന്ധമായ മേഖലകളിലും അവിടെ കമ്പനി ജോലികളിലായിരുന്നാലോ അല്ലെങ്കിൽ നമുക്ക് പുതിയ ബിസിനസ്സുകളിലായാലോ ഏത് തരത്തിലായാലും അവർക്ക് വിദേശ ഗമനങ്ങളും വിദേശത്ത് കണ്ട് പോയി വരിക എന്നുള്ളതായ അവസ്ഥകളുമൊക്കെ ഇതിനകത്ത് സന്തോഷകരമായി വന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ദോഷം വരാതെ കാറ്റ് സൂക്ഷിക്കുന്നതിന് വ്യാഴൻ്റെ അനുകൂലാവസ്ഥ ഒരു വിശേഷമായിട്ട് തന്നെ ഇതിന് പറയപ്പെടണം. പിന്നെ നമ്മൾക്ക് എന്താണ് വ്യാഴം നമുക്കിപ്പോൾ 7 വരുമ്പോഴും ജാതകവശാൽ ഈ വ്യാഴം നമുക്ക് എങ്ങനെ നിൽക്കുന്നു എന്നുകൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. വ്യാഴം എന്താണ് നമുക്ക് 7 ചെയ്തിരിക്കുന്നതോ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യാനോ ഞാനിപ്പോൾ പറഞ്ഞ നല്ല ഫലങ്ങളെ സംബന്ധിച്ചിടത്തോളവും ജാതകവശാൽ ജനിക്കുമ്പോൾ വ്യാഴം ഗ്രഹസ്ഥിതി വശാൽ വന്നിരിക്കുന്നത് ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ അല്ലെങ്കിൽ അനിഷ്ടസ്ഥാനങ്ങളിലോ ആണ് നിൽക്കുന്നതെങ്കിലും വ്യാഴൻ്റെ ദശാകാലം നമുക്ക് ഈ പറയുന്ന പോലെ ശുഭകരമല്ലാതെ പോവുകയും വ്യാഴൻ്റെ അപഹാരസ്ഥിതി തന്നെ നമുക്ക് അനുകൂലമല്ലാതെയും പാപയോഗത്തോടു കൂടി ആശ്രയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജാതകത്തിലുള്ളതെങ്കിൽ നമ്മൾ ഈ വ്യാഴൻ്റെ ഫലവും കൂടി ചിലപ്പോൾ നമുക്കത് കവർന്നെടുക്കാനുള്ള സാധ്യത ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചിലപ്പോൾ നെഗറ്റീവായി വന്നുകൂടായികയില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ കണ്ടകശനിയും 7 വ്യാഴവും ജാതകത്തിൻ്റെ സ്ഥിതിയും ഇതെല്ലാം കൂടി വന്ന് നമ്മൾ അതിനെ കണക്കിലെടുത്ത് നമ്മുടെ ജനന സമയം അനുസരിച്ച് നമുക്ക് എന്താണ് അനുഭവിക്കാനുള്ളതെന്നുള്ളത് നമുക്ക് ജാതകവുമായിട്ട് നല്ലതുപോലെ ഒന്ന് സ്വതന്ത്രമായ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കിട്ടുള്ളൂ. നമുക്ക് പൊതുവെ പറയുന്നൊരു വിഷയമാണ്. മാത്രമല്ല ഈ ഗ്രഹങ്ങൾക്കെല്ലാം ഗ്രഹവേദം എന്നൊരു ദോഷവും കൂടി പറഞ്ഞു വരുന്നുണ്ട്. ഗ്രഹവേദം എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹം എൻ്റെ രാശി ശുഭമായിട്ട് നിന്നാൽ മറ്റൊരു ഗ്രഹം വേദിച്ചു കഴിഞ്ഞാൽ ആ വേദഫലം നമുക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അങ്ങനെ വേദത്തിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശുഭത്വമായാലും അല്ലെങ്കിൽ ദോഷത്വമായാലും ചിലപ്പോൾ നമുക്കത് അനുഭവിക്കാൻ വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് ഒരു വീഡിയോ നമ്മൾ ചിന്തിക്കും പറയുമ്പോൾ ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ഇതിനകത്ത് ലേശം വരുമെങ്കിലും നിങ്ങളുടെ ജാതകം സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് ചിന്തിക്കും. പിന്നെ ദോഷഫലങ്ങൾ നമുക്ക് വരാതിരിക്കാനും നിലവിലുള്ള നല്ല ഫലങ്ങളെ കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി കുറച്ചുകൂടെ ഊർജം അതിനകത്ത് സ്വീകരിക്കുന്നതിനായിട്ട് നമ്മൾ വേണ്ടത് വിഷ്ണു ഭജനമാണ് നമുക്ക് നല്ലത്. വ്യാഴം തത്ര മഹാവിഷ്ണു എന്നുള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലുള്ള പ്രാർത്ഥനയും പൂജകളും വഴിപാടുകളും വിഷ്ണു സഹസ്രനാമജപവും ഭാഗവതാദി പുരാണവും മഹാഭാരതാദി കഥകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ജപിക്കുന്നതും അല്ലെങ്കിൽ രണ്ടായാലും ഇതൊക്കെ അറിയേണ്ട വിഷയങ്ങളാണ്. ആ കൂട്ടത്തിൽ ഭക്തിയും നമുക്ക് കുറച്ചുകൂടെ സർക്കഥാശ്രവണവും അതിൽ കൂടിയുള്ള സ്വഭാവ രൂപീകരണവും ആത്മസംതൃപ്തിയും ഒക്കെ കൈവരിക്കാനും നല്ലത് വരാനും നമുക്കൊരു ദോഷമാണ് നടക്കുന്നതെന്നോ എന്നുള്ള ഒരു ദോഷഫലത്തിൻ്റെ ഒരു അനുഭവം നമുക്കവിടെ കൊണ്ടുവരില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഭക്തിമാർഗത്തിൽ കൂടെ പോകുമ്പോൾ അനുഭവിക്കേണ്ടുന്ന കാര്യം. സത്സംഗത്വം, നിസ്സംഗത്വം, നിസ്സംഗത്വം നിർമോഹത്വം, നിർമോഹത്വം നിശ്ചലതത്വം, നിശ്ചലതത്വം ജീവൻ മുക്തി എന്നാണ്. എന്നാൽ ശങ്കരാചാര്യരുടെ വചനം എടുക്കുമ്പോൾ നമ്മളെ സത്സംഗത്വം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും മനസ്സിൻ്റെ അടക്കം കൊണ്ടും ആ അടക്കം മറ്റ് നല്ല കാര്യങ്ങളിൽ കൂടി കടന്നു വന്നിട്ട് ആത്മസംതൃപ്തിയോടുകൂടി ഈശ്വരപാദങ്ങളിലേക്ക് ലയിക്കുന്നതായ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കൂടി ഈ 2, 5, 7, 9 ഈ ഭാവങ്ങളിൽ 11 ഈ ഭാവങ്ങളിലൊക്കെ വ്യാഴം വരുമ്പോൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൂടിയൊക്കെ ചെയ്തുകൊണ്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ല കാലദോഷമാണെങ്കിൽ ആ ദോഷമുള്ള സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ദൂരയാത്ര ചെയ്യാതിരിക്കുക, നായാട്ടിന് പോകാതിരിക്കുക, മറ്റുള്ള വീട്ടുകളിൽ പോയി കൂടുതൽ നേരം ഇരിക്കാതിരി, രാത്രി കാലങ്ങളിൽ സഞ്ചാരം കുറയ്ക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൗഹൃദം പ്രാപിച്ച് ഒരുപാട് നേരം മറ്റുള്ള ഗ്രഹങ്ങളിൽ പോയിരിക്കുക, അതൊക്കെ
നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പുതിയ പദ്ധതികൾ ആസൂത്രണം നടപ്പാക്കാതിരിക്കുക, അതൊക്കെ വളരെ ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്കിവിടെ എന്തായാലും ഞാൻ ഇത്രയും നമ്മളുടെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ കാര്യം, അപ്പോൾ കണ്ടകശനിയുടെ നിൽക്കുന്നത് കൊണ്ട് 7 വരുന്ന വ്യാഴം നമുക്ക് വേനൽക്കാലത്തെ ഒരു മഴ കിട്ടുന്നത് പോലൊരു അനുഭവം നമുക്ക് ഈ വ്യാഴം നമുക്ക് തരുന്നതിന് എന്തെങ്കിലും അവിടെ ഒരു പോയ തടസ്സം നേരിട്ട് ഈ പറയുന്ന പരിഹാരങ്ങൾ കൂടി നമ്മൾ ചെയ്തുകൊണ്ട് നീങ്ങുക. കുടുംബക്ഷേത്ര ഭജനമൊക്കെ നല്ലതാണ്. എല്ലാം കൊണ്ടും ദൈവാനുകൂല്യം ഒന്നത്രേ സർവത്ര വിജയപ്രദം എന്നുള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ നല്ലതുപോലെ ചിന്തിച്ച് നീങ്ങുക. നിങ്ങളുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.